തഹജ്ജുദുമായി ബന്ധപ്പെട്ട ഉസ്താദിൻ്റെ ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടു. എങ്ങനെ തഹജ്ജുദിൻ്റെ പ്രതിഫലം എന്താണ്, തഹജ്ജുദ് നിസ്കരിച്ചാൽ നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ്, കേട്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോയി ഉസ്താദേ. പക്ഷേ എങ്ങനെ തഹജ്ജുദ് നിസ്കരിക്കണം എന്ന് എനിക്കറിയില്ല, എന്താണതിൻ്റെ നിയ്യത്തെന്നറിയില്ല, തഹജ്ജുദിൽ എന്ത് സൂറത്താണ് ഓതേണ്ടതെന്നറിയില്ല, ഏത് സമയത്ത് തഹജ്ജുദ് നിസ്കരിക്കലാണ് നല്ലതെന്നറിയില്ല. അതുപോലെ തന്നെ ഒരുപാട് ഫർള് ഖളാ ഉണ്ട്. അങ്ങനെയുള്ള ഞാൻ തഹജ്ജുദ് നിസ്കരിച്ചാൽ അത് ഹറാമാകോ, എനിക്ക് വേറെന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ, ഇങ്ങനെ ധാരാളം സംശയങ്ങൾ ചോദിച്ച സഹോദരങ്ങളുണ്ട്. വളരെ കുറച്ച് നേരം കൊണ്ട് തഹജ്ജുദ് നിസ്കാരത്തെപ്പറ്റി കൃത്യമായൊരു ഔട്ട്ലൈൻ ഇന്നത്തെ വീഡിയോയിലൂടെ നൽകുകയാണ്. എങ്ങനെ തഹജ്ജുദ് നിസ്കരിക്കണം, നിയ്യത്ത് എന്താണ്, അതിൽ ഓതേണ്ട സൂറത്ത് ഏതാണ്, അതുപോലെ തന്നെ ഫർള് ഖളാ ഉള്ളവർക്ക് എങ്ങനെ തഹജ്ജുദ് നിസ്കരിക്കാം, അങ്ങനെയുള്ള ധാരാളം കാര്യങ്ങളൊക്കെ കൂടെ ഒരു 10 മിനിറ്റിൻ്റെ അകത്ത് വളരെ ചുരുക്കി വിവരിക്കുകയാണ്. അപ്രകാരം തഹജ്ജുദ് നിസ്കരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. തഹജ്ജുദ് കൃത്യമായി പതിവാക്കിയാൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതകരമായ സംഭവങ്ങൾ നടക്കുമെന്നത് ഉറപ്പല്ലേ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്, മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷല്ലേ? എവിടെ പുഞ്ചിരിച്ചുകൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്. ഈ ഒരു ഹംദിൻ്റെ ബറക്കത്തുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഹാപ്പിയല്ലേ എല്ലാവരും അല്ലേ? നമ്മുടെ ഈ സദസ്സിൻ്റെ ബറക്കത്തുകൊണ്ട് അല്ലാഹു ഈ പുഞ്ചിരി മായാതെ എന്നെന്നും അത് നിലനിർത്തുമാറാകട്ടെ. തഹജ്ജുദ് എല്ലാവരും കൃത്യമായിട്ട് നിസ്കരിക്കുന്നില്ലേ? പക്ഷേ ഒരുപാട് ആളുകൾക്ക് ഇങ്ങനെ സംശയമാണ് തഹജ്ജുദുമായി ബന്ധപ്പെട്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല ആളുകളും മെസ്സേജ് കമൻ്റൊക്കെ വന്നിട്ടുണ്ട്. ഉസ്താദിൻ്റെ തഹജ്ജുദുമായി റിലേറ്റഡായ വീഡിയോസൊക്കെ കണ്ടപ്പോൾ ഒരുപാട് കൊതിയുണ്ട് തഹജ്ജുദ് നിസ്കരിക്കാൻ. പക്ഷേ തഹജ്ജുദിൻ്റെ കൃത്യമായ എണ്ണം എത്രയാണ്, നിയ്യത്ത് എങ്ങനെയാണ്, ഫർള് ഖളാ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ തഹജ്ജുദ് എങ്ങനെയാണ്, ഏത് സൂറത്താണ് ഓതേണ്ടത്, എപ്പോൾ നിസ്കരിക്കലാണ് നല്ലത്, ഇങ്ങനെയുള്ള ധാരാളം ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് വളരെ ചെറിയ നിലക്ക് നമുക്ക് അതിനുള്ളൊരു മറുപടി, അതിൻ്റെ കുറച്ച് ഭാഗം മാത്രം എടുത്ത് മറുപടി കൊടുക്കാം. ബാക്കി നിങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചോളൂ, അതിനനുസരിച്ച് നമുക്ക് മറ്റൊരവസരത്തിൽ മറുപടി തരാം കേട്ടോ. അപ്പോൾ ഇത് ജീവിതത്തിൽ അന്വർത്ഥമാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഏതായാലും തഹജ്ജുദ് അത്ഭുതമാണല്ലേ. ജീവിതത്തിൽ വലിയ വിപ്ലവകരമായ മാറ്റം സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു നിസ്കാരമാണ് തഹജ്ജുദ് നിസ്കാരം എന്ന് പറയുന്നത്. വലിയ അത്ഭുതങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ചെറിയ കാര്യമൊന്നുമല്ല തഹജ്ജുദ് നിസ്കരിച്ചാൽ നമുക്ക് കിട്ടുക. നമ്മുടെ ജീവിതം തന്നെ അങ്ങ് മാറി മറിയുന്നേ. നമ്മുടെ സ്വപ്നങ്ങൾ അല്ലാഹു റബ്ബുൽ ആലമീൻ സാക്ഷാത്കരിച്ചു തരും. നമ്മുടെ പ്രതിസന്ധികളെ നീക്കിത്തരും. മാരക രോഗങ്ങളിൽ നിന്ന് പോലും മുക്തി ലഭിക്കും. എന്താഗ്രഹിക്കുന്നുവോ അല്ലാഹു റബ്ബുൽ ആലമീൻ ഇഖ്ലാസോടുകൂടിയുള്ള തഹജ്ജുദ് കൊണ്ട് നിങ്ങൾക്കതൊക്കെ നടത്തി തരും. അങ്ങനെ ദുനിയാവും ആഖിറവും കിട്ടുന്ന അത്ഭുതകരമായ നിസ്കാരമാണ്. പടച്ചവൻ നമ്മിലേക്ക് സഹായം കൊണ്ട് അടുത്തു വരുന്ന നിമിഷത്തിലുള്ള ആ നിസ്കാരമെന്ന് പഠിപ്പിച്ചു തരുന്നില്ലേ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ചെറിയ ചെറിയ സംശയങ്ങളുണ്ടെങ്കിൽ ആ നിസ്കാരത്തിൻ്റെ പ്രതിഫലത്തെ അത് ബാധിക്കും. അതുകൊണ്ട് തന്നെ സംശയങ്ങളില്ലാതെ കൃത്യമായി ഹൃദ്യമായി നിസ്കരിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു റബ്ബുൽ ആലമീൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ചിലർക്കുള്ള സംശയമാണ് എപ്പോൾ തഹജ്ജുദ് നിസ്കരിക്കാൻ പറ്റും. 2 കാര്യങ്ങളാണ് തഹജ്ജുദ് നിസ്കാരവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന് ഇശാ നിസ്കരിച്ചിരിക്കണം, മറ്റൊന്ന് ഉറങ്ങിയിരിക്കണം. എന്തൊക്കെ? ഇശാ നിസ്കരിക്കണം, ഉറങ്ങിയിരിക്കണം. അപ്പോൾ മഗ്രിബ് നിസ്കരിച്ച ഉടനെ തഹജ്ജുദ് നിസ്കരിക്കാൻ പറ്റുമെന്ന് ഉറങ്ങിയിട്ട് പറ്റൂല. ഇശാ നിസ്കരിക്കണം, പിന്നെ ഉറങ്ങുകയും വേണം. മനസ്സിലാകുന്നുണ്ടോ? ഉറക്കം എന്ന് പറയുന്നത് കുറച്ചായാലും മതി, ഒന്ന് ഇരുന്നുറങ്ങിയാലും മതി. കിടന്നുറങ്ങിയാലും ഇരുന്നുറങ്ങിയാലും ഒരു 5 മിനിറ്റ് ഉറങ്ങിയാലും നമുക്ക് തഹജ്ജുദ് നിസ്കരിക്കാൻ പറ്റും. തഹജ്ജുദ് നിസ്കരിക്കാൻ പറ്റും. ഇനി ഒരാൾ മഗ്രിബ് നിസ്കരിച്ചു, ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഒരാൾ മഗ്രിബ് നിസ്കരിച്ചു, എന്നിട്ട് ഇശാൻ്റെ സമയമായപ്പോൾ ഇയാൾ എന്ത് ചെയ്തു? ഇയാൾ ക്ഷീണം കൊണ്ട് കിടന്നുറങ്ങി. 1 മണിക്ക് അലാറം വെച്ച് എഴുന്നേറ്റു. അയാൾ എന്ത് ചെയ്തു? ഇശാ നിസ്കരിച്ചു. അയാൾക്ക് പിന്നെ തഹജ്ജുദ് നിസ്കരിക്കാൻ പറ്റുമോ? അതായത് ഇശാ നിസ്കാരത്തിന് മുൻപ് ഉറങ്ങിയിട്ട് ശേഷം ഇശാ നിസ്കരിച്ച മനുഷ്യന് തഹജ്ജുദ് നിസ്കരിക്കാൻ പറ്റുമോ? പറ്റുമെന്നാണ് പ്രബലമായ അഭിപ്രായം. അപ്പോൾ ഇയാൾ ഇശാൻ്റെ സമയത്ത് കിടന്നുറങ്ങി, എന്നിട്ട് ഉറങ്ങി എഴുന്നേറ്റിട്ട് ഇശാ നിസ്കരിച്ചു. ആ ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് തഹജ്ജുദ് നിസ്കരിക്കാൻ പിന്നെ ഉറങ്ങണോ? വേണ്ട എന്നാണ് പ്രബലമായ അഭിപ്രായം. അപ്പോൾ ഇശാ നിസ്കാരം കൊണ്ട് തന്നെ ഇയാൾക്ക് ചിലപ്പോൾ തഹജ്ജുദിൻ്റെ പ്രതിഫലം കിട്ടിയേക്കാം. ഇനി സെപ്പറേറ്റ് ആയിട്ടും നിസ്കരിക്കുന്നതിന് വിരോധം ഇല്ല. അപ്പോൾ തഹജ്ജുദ് എത്ര റക്അത്താണ്? എത്ര റക്അത്തും നിങ്ങൾക്ക് നിസ്കരിക്കാം. ഏറ്റവും ചുരുങ്ങിയത്
2 റക്അത്താണ്. ഏറ്റവും ചുരുങ്ങിയത് 2 റക്അത്താണ്. കൂടിയാൽ എത്ര വേണമെങ്കിലും ആകാം. മനസ്സിലാവുന്നുണ്ടോ? ഇനി ഇശാ നിസ്കാരം കഴിഞ്ഞ് നമ്മൾ ഉറങ്ങി എഴുന്നേറ്റ് ഏത് നിസ്കാരം നിസ്കരിച്ചാലും തഹജ്ജുദിൻ്റെ കൂലി ലഭിക്കും. കൃത്യമായോ? ഇശാ നിസ്കാരം കഴിഞ്ഞ് നമ്മൾ ഉറങ്ങിയിട്ട് എഴുന്നേറ്റ് നിസ്കരിക്കുന്ന ഏത് നിസ്കാരത്തിനും, സുബഹിയുടെ മുമ്പ് ഏത് നിസ്കാരത്തിനും എന്ത് കൂലി കിട്ടും? തഹജ്ജുദിൻ്റെ കൂലി കിട്ടും. പല ആളുകൾക്കുള്ളൊരു സംശയമാണ്, ഉസ്താദേ ഞങ്ങൾ ഫർള് നിസ്കാരങ്ങൾ ഒരുപാട് ഖളാ ഉണ്ട് ഞങ്ങൾക്ക്. അങ്ങനെ ഖളാ ഉള്ള ആളുകൾക്ക് സുന്നത്ത് നിസ്കാരം ഹറാമല്ലേ? ഹറാമാണ്. അവർ സുന്നത്ത് നിസ്കരിക്കുന്ന സമയത്തും എന്താ നിസ്കരിക്കേണ്ടത്? ഫർള് ഖളാ വീട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ തഹജ്ജുദിൻ്റെ സമയത്ത് നിങ്ങൾ എഴുന്നേറ്റിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ഫർള് ഖളാ ഉണ്ടെങ്കിൽ അത് മുഴുവൻ ഖളാ വീട്ടാൻ ശ്രമിക്കണം. നിങ്ങളെക്കൊണ്ട് കഴിയുന്നത്ര ആ സമയത്ത് ഖളാ വീട്ടണം. ആ ഖളാ വീട്ടുന്ന ഫർളായിക്കോട്ടെ, അതിന് തഹജ്ജുദിൻ്റെ പ്രതിഫലമുണ്ടെന്ന് ഇമാമിങ്ങൾ പഠിപ്പിക്കുകയാണ്. മനസ്സിലാവുന്നില്ല? അപ്പോൾ പ്രത്യേകമായൊരു സുന്നത്ത് വേണ്ട. ആ ഫർദ് നിസ്കാരം ആ സമയത്ത് നിർവഹിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് തഹജ്ജുദിൻ്റെ കൂലി കിട്ടും. ശേഷം നിങ്ങൾ മനസ്സറിഞ്ഞു ദുആ ചെയ്തു, അല്ലാഹു റബ്ബുൽ ആലമീൻ ആ പ്രതിഫലം തരും. പറഞ്ഞത് ക്ലിയറായോ? അതായത് ഫർള് ഖളാ ഉണ്ട്, എനിക്ക് തഹജ്ജുദ് നിസ്കരിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള സങ്കടം വേണ്ട. തഹജ്ജുദിൻ്റെ സമയത്ത് ഫർള് ഖളാ വീട്ടിയാൽ മതി, നിങ്ങൾക്ക് തഹജ്ജുദിൻ്റെ പ്രതിഫലം ലഭിക്കുമെന്ന് ഇമാമിങ്ങൾ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. ഇനി സെപ്പറേറ്റ് ആയിട്ട് 2 റക്അത്ത് സുന്നത്ത് തഹജ്ജുദ് നിസ്കരിക്കുകയാണെന്ന് വെക്കാം. ഏറ്റവും ചുരുങ്ങിയത് 2 റക്അത്താണ്. കൂടിയാൽ എത്ര വേണമെങ്കിലാകാം. പക്ഷേ നിസ്കരിക്കുമ്പോൾ ഈ 2 റക്അത്തുകളായി നിസ്കരിക്കണം. 2 റക്അത്ത് നിസ്കരിച്ചിട്ട് സലാം വീട്ടണം, പിന്നെയും 2 റക്അത്ത് സലാം വീട്ടണം. അങ്ങനെ ഈ 2 റക്അത്തുകളായി നിസ്കരിക്കാം. കൂടിയാൽ എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് നിസ്കരിക്കാം. ഇനി സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെ നിസ്കരിക്കുന്നവരാണെങ്കിൽ അതിൻ്റെ നിയ്യത്ത് എങ്ങനെ? സുന്നത്താക്കപ്പെട്ട തഹജ്ജുദ് നിസ്കാരം 2 റക്അത്ത് ഖിബ്ലക്ക് അഭിമുഖമായി അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ നിർവഹിക്കുന്നു. അങ്ങനെ സുന്നത്താക്കപ്പെട്ട തഹജ്ജുദ് നിസ്കാരം 2 റക്അത്ത് അല്ലാഹു തആലാക്ക് വേണ്ടി ഖിബ്ലക്ക് അഭിമുഖമായി അദാ ആയി ഞാൻ നിർവഹിക്കുന്നു. സിമ്പിളാണ്. ഈ നിയ്യത്ത് മനസ്സിൽ കരുതിക്കൊണ്ട് തന്നെ അല്ലാഹു അക്ബർ എന്ന് കൈകെട്ടിയാൽ തഹജ്ജുദ് നിസ്കാരത്തിലേക്ക് നമ്മൾ കടന്നു. സാധാരണ പോലെ തന്നെ, സാധാരണ ഏത് സുന്നത്ത് നിസ്കാരം നിങ്ങൾ നിർവഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ തഹജ്ജുദിലൊന്നും പ്രത്യേകമായിട്ട് ചേർക്കാനില്ല, ഇതിൽ കൂടുതലൊന്നും അറിയാനില്ല എന്നേ. നിങ്ങൾ ആ നിയ്യത്ത് ചെയ്തുകൊണ്ട് കൈകെട്ടിക്കഴിഞ്ഞാൽ ആദ്യം വജ്ജഹത്ത് സൂറത്ത് ഓതുക, വജ്ജഹത്ത് ഓതിയിട്ട് സൂറത്തുൽ ഫാത്തിഹ ഓതുക. പിന്നെ ഏതെങ്കിലും പ്രത്യേക സൂറത്തുണ്ടോ എന്നാണ്. തഹജ്ജുദ് നിസ്കാരത്തിൽ അങ്ങനെ പ്രത്യേകമായ സൂറത്തുകളൊന്നും തന്നെ വാരിതായി വന്നിട്ടില്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഇന്ന സൂറത്ത് തഹജ്ജുദിൽ ഓതണമെന്ന് പറഞ്ഞ് വാരിതായി വന്നിട്ടില്ല. പിന്നെ ചില നിസ്കാരങ്ങളിൽ പ്രത്യേകമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച 2 സൂറത്തുണ്ട്. ഒന്ന് ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, 2 സൂറത്തുൽ ഇഖ്ലാസ്. ഇത് ചില നിസ്കാരങ്ങളിൽ പ്രത്യേകമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? എന്നാൽ തഹജ്ജുദിന് എന്തെങ്കിലും പ്രത്യേകമായി ഓതണമെന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് സൂറത്തും ഓതാം. എന്നാൽ ചില നിസ്കാരങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പറഞ്ഞതുകൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് 1-ാമത്തെ റക്അത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ഓതാം, 2-ാമത്തെ റക്അത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്തും ഓതാം. നിർബന്ധമില്ല. പ്രത്യേകത അതിൽ ഇത് പ്രത്യേകമായി ഓതണമെന്ന് പറയപ്പെട്ടിട്ടില്ല. ഇനി അങ്ങനെ ഓതിക്കഴിഞ്ഞാൽ അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. മനസ്സിലാകുന്നുണ്ടോ? 2 റക്അത്താണ് നിസ്കരിക്കുന്നതിൽ ഇങ്ങനെ ഇല്ല. അതിലേറെ നിങ്ങൾ നിസ്കരിക്കുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ വലിയ സൂറത്ത് ഓതാം, അല്ലെങ്കിൽ സെപ്പറേറ്റായി ധാരാളം സൂറത്തുകൾ നിങ്ങൾക്ക് പാരായണം ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് പാരായണം ചെയ്യാവുന്നതാണ്. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസ് കാണാം. ആരെങ്കിലും 10 ആയത്തുകൾ ഓതി തഹജ്ജുദ് നിസ്കരിച്ചാൽ അവർക്ക് ഒരിക്കലും അവരെ ഗാഫിലീങ്ങളിൽ, അശ്രദ്ധവാന്മാരിൽ അള്ളാഹു പെടുത്തുകയില്ല. അതായത് പലപ്പോഴും അശ്രദ്ധയാണ് നമുക്ക്, ഒരു ശ്രദ്ധയില്ല കാര്യങ്ങളിൽ, ദുന്യവിയാകട്ടെ ഉഖ്റവിയാകട്ടെ. നമ്മളിങ്ങനെ ഒരു അശ്രദ്ധയിൽ അള്ളോ അങ്ങനെ ചെയ്തല്ലോ എന്ന് തോന്നുന്ന അശ്രദ്ധവാന്മാരുണ്ട്. നഷ്ടബോധങ്ങളുടെ പിന്നാലെ നടക്കുന്ന ആളുകളാണ് നമ്മൾ പലപ്പോഴും, അല്ലേ? അങ്ങനെ നഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. അശ്രദ്ധവാന്മാരിൽ നിന്ന് അള്ളാഹു നമ്മളെ കാക്കും. ഇനി ആരെങ്കിലും 100 ആയത്തോതി തഹജ്ജുദ് നിസ്കരിക്കുകയാണെങ്കിൽ അവരെ അള്ളാഹു ആബിദീങ്ങളിൽ ഉൾപ്പെടുത്തും. അള്ളാഹുവിൻ്റെ അടിമകൾ, അല്ലേ? യഥാർത്ഥ അടിമകളാണ് ആബിദീങ്ങൾ. എപ്പോഴും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന സ്വാലിഹീങ്ങളായ ആ അടിമകളിലേക്ക് അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തും. അത് തഹജ്ജുദ് അങ്ങനത്തെ നിസ്കാരം ആകണം കേട്ടോ. ഇനി ആരെങ്കിലും 1000 ആയത്തുകൾ ഓതി നിസ്കരിക്കുകയാണെങ്കിൽ അവരെ അള്ളാഹു റബ്ബുൽ ആലമീൻ ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 3 കാര്യങ്ങളാണ്. ഒന്ന്, 10 ആയത്തോതി നിസ്കരിച്ചാൽ നിങ്ങളെ ഗാഫിലീങ്ങളിൽ നിന്ന് അള്ളാഹു രക്ഷിക്കും, അശ്രദ്ധവാന്മാരിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തും. രണ്ടാമത് എന്താ പറഞ്ഞത്? 100 ആയത്തുകൾ ഓതി നിസ്കരിക്കുകയാണെങ്കിൽ തഹജ്ജുദ് നിസ്കാരം കേട്ടോ, അള്ളാഹു റബ്ബുൽ ആലമീൻ നിങ്ങളെ ആബിദീങ്ങളിൽ ഉൾപ്പെടുത്തും. ഇനി
1000 ആയത്തുകൾ ഓതി നിങ്ങൾ നിസ്കരിച്ചാൽ നിങ്ങൾക്ക് അല്ലാഹു റബ്ബുൽ ആലമീൻ ഏറ്റവും വലിയ പ്രതിഫലം ലഭിക്കുന്ന സ്വാലിഹീങ്ങളുടെ പട്ടികയിലേക്ക് നിങ്ങളെ ചേർക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ തഹജ്ജുദ് 2 റക്അത്തായി എപ്പോഴും ചുരുക്കണ്ട, ഇടയ്ക്കൊക്കെ ഒന്ന് ദൈർഘ്യമായി നിസ്കരിക്കുക. കൂടുതൽ റക്അത്തുകൾ അധികരിപ്പിക്കുന്നതിലൂടെ അള്ളാഹു നിങ്ങളെ പ്രത്യേകക്കാരിൽ ഉൾപ്പെടുത്തുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി എന്നും തഹജ്ജുദ് എന്ന് നിസ്കരിക്കുന്ന ആളാണ്, അവർക്ക് ഒഴിവാക്കൽ കറാഹത്തുണ്ട്. അതായത് പതിവായി നിസ്കരിച്ച് പോരുന്ന ആൾ ഇന്നിപ്പോൾ തഹജ്ജുദ് നിസ്കരിക്കേണ്ട എന്ന് വിചാരിച്ച് ഒഴിവാക്കൽ കറാഹത്താണ്. കാരണമുണ്ടെങ്കിലല്ലോ കേട്ടോ, എന്തെങ്കിലും കാരണം വലിയ പ്രയാസമൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ ഇപ്പോൾ മെൻസസ് പീരീഡിൽ എന്തായാലും സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ പറ്റില്ലല്ലോ. കാരണമുണ്ടെങ്കിൽ വിഷയമല്ല. കാരണമില്ലാതെ തഹജ്ജുദ് പതിവായി നിസ്കരിച്ചു വരുന്ന മനുഷ്യൻ പെട്ടെന്നൊരു ദിവസം നിസ്കരിക്കാതിരിക്കുക എന്ന് പറയുന്നത് കറാഹത്താണ്. അതുപോലെ തന്നെ തഹജ്ജുദ് പതിവായി നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ കിടന്നുറങ്ങുന്നുണ്ടെങ്കിൽ അയാളെ വിളിച്ചെഴുന്നേൽപ്പിക്കൽ മറ്റൊരാൾക്ക് സുന്നത്താണ്. അതായത് ഭാര്യ എന്നും തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളാണ്. ഇപ്പോൾ ഭർത്താവിന് സുന്നത്തുണ്ട്, എന്ത് സമയമാകുമ്പോൾ അവളെ ഒന്ന് വിളിച്ച് എഴുന്നേൽപ്പിക്കൽ, അത് സുന്നത്താണെന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളിൽ നിന്ന് വ്യക്തമാകുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഈ തഹജ്ജുദ് നിസ്കരിക്കുന്ന മനുഷ്യന്മാർക്ക് ഉച്ചയുടെ മുൻപ് അല്പം ഖൈലൂലത്തുറങ്ങൽ സുന്നത്താണ്. ഖൈലൂലത്തുറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ക്ഷീണമൊന്നും ഉണ്ടാവില്ല, അതെ, നല്ല ഉന്മേഷം ലഭിക്കും. നമ്മളിങ്ങനെ അശ്രദ്ധമായി ഉറങ്ങുന്ന ആളുകളിലൊന്നും പെട്ടുപോകില്ല. രാത്രി ഇബാദത്ത് ചെയ്തവർക്കാട്ടോ ഉച്ചയ്ക്കുള്ള ഈ ഉറക്കം സുന്നത്ത്. ഉച്ചയ്ക്ക് മുൻപ് ഖൈലൂലത്ത് ഒന്ന് ഉറങ്ങുക, ദുഹറിന് മുമ്പായിട്ട് കുറച്ച് നേരം ഒന്ന് ഉറങ്ങുക, അത് സുന്നത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ തഹജ്ജുദ് അൽഹംദുലില്ലാഹ് മനോഹരമായി നമുക്ക് നിസ്കരിക്കാൻ കഴിയും. വളരെ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇനി ഇങ്ങനെ തഹജ്ജുദ് നിസ്കരിച്ചാൽ നിങ്ങൾക്ക് എന്താ കിട്ടുക? അത് ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളിൽ നിന്ന് വ്യക്തമാണ്. ഒന്ന്, ഖൽബിയായ രോഗങ്ങൾക്ക് മരുന്നാണ്. ഇന്നലെ നമ്മൾ ചില കാര്യങ്ങൾ പറഞ്ഞു, അതല്ലാത്ത മറ്റു ചില അത്ഭുതങ്ങളാട്ടോ പറയണേ. അതായത് അള്ളാഹു നിങ്ങളുടെ ഖൽബിയായ ആന്തരികമായ രോഗങ്ങളെ മാറ്റിത്തരും. നിങ്ങളുടെ മനസ്സിൽ അസൂയ ഉണ്ടെങ്കിൽ, കിബറുണ്ടെങ്കിൽ, റിയാ ഉണ്ടെങ്കിൽ നിങ്ങൾ ആഖിറത്തിൽ രക്ഷപ്പെടില്ല. നമ്മൾ രക്ഷപ്പെടില്ല. നമ്മളെ അള്ളാഹു വല്ലാതെ പരീക്ഷിക്കും, നമ്മൾ പെട്ടുപോകും. പക്ഷേ തഹജ്ജുദ് പതിവാക്കുന്ന ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലെ രോഗങ്ങളൊക്കെ അള്ളാഹു ഇങ്ങനെ കഴുകി കളയുന്നതാണ്. യാ അല്ലാഹ്. രണ്ടാമതെന്താണ്? പാരത്രിക ലോകത്ത് ചെല്ലുമ്പോൾ സ്വർണ്ണത്താലുള്ളൊരു വാഹനം. എന്തിന്? നിനക്ക് സ്വർഗത്തിലേക്ക് ഇങ്ങനെ പോകാൻ. സ്വർണ്ണത്താലുള്ള വാഹനം. എല്ലാവരും വിയർപ്പിൽ മുങ്ങിക്കുളിച്ച് നഫ്സി നഫ്സി എന്ന് വിളിച്ച് അട്ടഹസിക്കുമ്പോൾ സ്വർണ്ണത്താലുള്ള വാഹനത്തിൽ കയറിപ്പോകും തഹജ്ജുദ് നിസ്കരിക്കുന്ന മനുഷ്യർ. യാ അല്ലാഹ്. അതുപോലെ തന്നെ സ്വർഗത്തിൽ അവർക്ക് തിളങ്ങുന്ന കൊട്ടാരമുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉള്ളിലിരുന്നാൽ പുറം കാണാം, പുറത്ത് നിന്നാൽ അകത്തുനിന്ന് നടക്കുന്നെന്ന് കാണാം. ഇങ്ങനെ വളരെ സ്ഫടികത്താലുള്ള കൊട്ടാരം, അത്ഭുതകരമായ കൊട്ടാരം സ്വർഗത്തിൽ തഹജ്ജുദ് നിസ്കരിക്കുന്നവർക്കുണ്ടത്രേ. നാലാമതായി, ആരും ചിന്തിക്കാത്ത, ഒരു കണ്ണും കാണാത്ത, ഒരു ചെവിയും കേൾക്കാത്ത പ്രതിഫലം അവർക്ക് അല്ലാഹു റബ്ബുൽ ആലമീൻ നൽകും. യാ റബ്ബി, എന്തൊരു അത്ഭുതമാണ്! നമുക്കൊരിക്കലും ചിന്തിക്കാൻ പോലും പറ്റൂല. കാരണം എന്താ? മുത്തുനബി പറഞ്ഞത് ഇങ്ങനെയാണ്: ആരും ചിന്തിക്കാത്ത, ഒരു കണ്ണും കാണാത്ത, ഒരു ചെവിയും കേൾക്കാത്ത അനുഗ്രഹം അല്ലാഹു ഈ തഹജ്ജുദ് കൊണ്ട് നിങ്ങൾക്ക് തരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഞ്ചാമത്തേത്, ദോഷങ്ങൾ പൊറുക്കപ്പെടും. രാവിലെ മുതൽ നമ്മൾ ചെയ്തു തീർത്ത ഒരുപാട് തെറ്റുകൾ, ചെറുപാപങ്ങളുണ്ട്. തഹജ്ജുദ് നിസ്കരിക്കുന്നതോടുകൂടെ ആ ദോഷങ്ങളെ അല്ലാഹു കഴുകിക്കളയുമെന്നാണ്. ആറാമത്തേത്, ആ സമയത്ത് നിങ്ങൾ എന്ത് ദുആ ചെയ്താലും അള്ളാഹു തരും. തഹജ്ജുദ് നിസ്കരിച്ചിട്ട് അള്ളാഹ്ക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു, ഫർദ് ഖളാ ഉണ്ടെങ്കിൽ ആ ഫർദ് ആ സമയത്ത് ഖളാ വീട്ടിയാൽ തഹജ്ജുദിൻ്റെ കൂലിയാണ്. എന്നിട്ട് ആ ഫർദ് ഖളാ വീട്ടിയിട്ട് അള്ളാഹിനോട് എന്ത് ചോദിച്ചാലും, തഹജ്ജുദ് നിസ്കരിച്ചിട്ട് എന്ത് ചോദിച്ചാലും ഇഖ്ലാസ് ഉണ്ടെങ്കിൽ അള്ളാഹു തരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏഴാമത്തേത്, നാളെ ആഖിറത്തിൽ ഇങ്ങനെ നമ്മൾ വിയർപ്പിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുമ്പോൾ വല്ലാത്ത പ്രയാസാണ്. ആ സമയത്ത് വിചാരണയില്ലാതെ സ്വർഗത്തിൽ കടക്കും തഹജ്ജുദ് പതിവാക്കുന്നവരെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ തഹജ്ജുദുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ കുറച്ച് ദിവസങ്ങളിലായി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ ഒരു ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. നമ്മുടെ ജീവിതം അടിപൊളിയാവുന്നേ, സമാധാനപൂർണ്ണമാകും, പ്രയാസങ്ങളിൽ നിന്ന് മുക്തമാകും, നമുക്ക് സന്തോഷം ഇങ്ങനെ ആസ്വദിക്കാൻ കഴിയും തഹജ്ജുദ് പതിവാക്കുന്നതിലൂടെ. ഉറപ്പാണ്. മുത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. ഇതിലപ്പുറം നമുക്ക് എന്താ വേണ്ടത്? അള്ളാഹു പതിവാക്കാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. ഇനി തൗറാത്ത് നൽകപ്പെട്ട പ്രവാചകർ ആരാണ്? തൗറാത്ത് എന്ന വേദം നൽകപ്പെട്ട പ്രവാചകർ ആരാണ്? കമൻറ്റ് ചെയ്യുക. അള്ളാഹു എല്ലാവർക്കും ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده
عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد അർഹമുർ-റഹീമായ റബ്ബേ, നീ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ അന്വർത്ഥമാക്കാൻ തൗഫീക്ക് നൽകണേ അല്ലാ. പടച്ചവനെ, നിന്നാൽ സ്നേഹിക്കപ്പെടുന്നവരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ല. പടച്ചവനെ, നീ വെറുക്കുന്നവരിൽ പെടുത്തല്ലേ അല്ല. നിന്റെ കോപം ലഭിക്കുന്നവരിൽ പെടുത്തല്ലേ അല്ല. നിന്റെ റഹ്മത്ത് ലഭിക്കുന്നവരിൽ പെടുത്തണേ അല്ല. റഹ്മത്തുല്ലിൽ ആലമീനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദദ് ലഭിക്കുന്നവരിൽ പെടുത്തണേ അല്ല. യാ റബ്ബന, ചെയ്തു പോയ പാപങ്ങൾ പൊറുക്കണേ അല്ല. സമാധാനം നൽകണേ അല്ല. സന്തോഷം നൽകണേ അല്ല. കുടുംബ പ്രശ്നങ്ങൾ നീക്കണേ അല്ല. മക്കളെ നന്നാക്കണേ അല്ല. ഇണകളെ നന്നാക്കണേ അല്ല. പഠനങ്ങളിൽ പാഠ്യേതര വിഷയങ്ങളിൽ ബറക്കത്ത് ചെയ്യണേ അല്ല. എല്ലാ പരീക്ഷകളിലും ഉന്നത വിജയം നീ നൽകണയല്ല. പലവിധ എക്സാമുകൾ എഴുതാൻ വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. ഖൈറായ നിലക്ക് അറ്റൻഡ് ചെയ്യാൻ, പരിപൂർണമായ വിജയത്തിൽ രക്ഷപ്പെടാൻ നീ തൗഫീക്ക് നൽകണേ ചമ്പുരാനെ. കടബാധ്യതകൾ ഏറ്റെടുക്കണയല്ല. ജോലിയിൽ ബറക്കത്ത് ചെയ്യണയല്ല. ഇഖാമക്ക് വേണ്ടി, അതുപോലെ നാട്ടിലേക്ക് വരാൻ കഫീലിൻ്റെ സമ്മതത്തിന് വേണ്ടി, അങ്ങനെ തുടങ്ങിയ ഒരുപാട് പ്രയാസങ്ങളിലായി വിസയ്ക്ക് വേണ്ടി, പാസ്പോർട്ടിന് വേണ്ടി, ലൈസൻസിന് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. എല്ലാം നീ എളുപ്പമാക്കണയല്ല. സിഹറുകൾ, കണ്ണേറുകൾ ബാത്തുലാക്കണയല്ല. പടച്ചവനെ, മാരക രോഗങ്ങൾ കൊണ്ടുപോലും ബുദ്ധിമുട്ടുന്നവരുണ്ട്. എല്ലാവർക്കും സൗഖ്യം നൽകണയല്ല. ഇതിൽ കമൻറ്റ് ചെയ്ത ഓരോരുത്തരും യാ റബ്ബന അവരുടെ ഖൽബിൽ ഉദ്ദേശിച്ച മുറാദുകൾ നീ ഹാസുലാക്കണയല്ല. മനസ്സിൽ മുറാദുകൾ വെച്ചുകൊണ്ട് ആമീൻ പറയുന്നവർ, ഈ സദസ്സിൽ പങ്കെടുക്കുന്നവർ, ഹംദ് പറഞ്ഞ് പുഞ്ചിരിക്കുന്നതിലൂടെ ജീവിതം ഒന്ന് കെട്ടിപ്പടുക്കണമെന്ന് കരുതുന്നവർ നീ കൈവടിയല്ല തമ്പുരാനെ. സലാമത്ത് നൽകണയല്ല, സലാമത്ത് നൽകണയല്ല. യാ റബ്ബന, പടച്ചവനെ, ഞങ്ങളുടെ ജീവിതത്തിൽ സമാധാനം നിലനിർത്തണയല്ല. പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവർക്ക് മഗ്ഫിറത്ത് നൽകണയല്ല. ഞങ്ങളിൽ പലരുടെയും മാതാപിതാക്കൾ ഖബറിലാണ്, മഗ്ഫിറത്ത് നൽകണയല്ല. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ, ഈ സദസ്സ് കാണുന്ന പ്രായം ചെന്ന ഒരുപാട് ഉമ്മമാർ, ഉപ്പമാർ, എല്ലാവർക്കും നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണയല്ല. പടച്ചവനെ, ഞങ്ങൾ എപ്പോഴാണ് മരിക്കുന്നതെന്നറിയില്ല. ഈമാന് സലാമത്താക്കണയല്ല. പെട്ടെന്ന് വിളിക്കല്ലയല്ല. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും, പ്രത്യേകിച്ച് സ്വബാഹുൽ ഖൈർ കുടുംബത്തിലെ ഓരോരുത്തരെയും അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിന്റെ കാരുണ്യം കൊണ്ട് നീ ഒരുമിപ്പിക്കണയല്ല. ഈ സദസ്സിനെ സ്നേഹിക്കുന്നവരെ നീയും സ്നേഹിക്കണയല്ല. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.